മുറിയിൽ ചോര ഒലിപ്പിച്ചുകൊണ്ട് ബോധം മറയാറായ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു സ്നേഹ. ഉള്ളംകൈയിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്നും രക്തം തറയിലേക്ക് ഇറ്റു വീണുകൊണ്ടിരുന്നു. വേദന കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നിയിട്ടും അവൾ പ്രാർത്ഥനയോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ബാംഗ്ലൂർ നഗരത്തിന്റെ ആഡംബര വെളിച്ചങ്ങൾക്കിടയിൽ താൻ തീർത്തും ഒറ്റപ്പെട്ടു പോയതായി അവൾക്ക് തോന്നി. മറുഭാഗത്ത് ഹൈബാലിലെ ഒഴിഞ്ഞൊരു ഗോഡൌണിൽ അർജുന്റെ ചോരത്തിളപ്പ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ ആളുകളെ തൊട്ട എതിർഗാങ്ങിലെ ലീഡറുടെ കോളറിന് കുത്തിപ്പിടിച്ച് അവൻ ഗർജിച്ചു. ബാംഗ്ലൂരിലെ ലൈനിന്റെ നേരെ കളിക്കാൻ വളർന്നോടാ നീയൊക്കെ. ഈ അർജുൻ ആരാണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലേ? അവന്റെ ഓരോ ഇടികളിലും ആ ഗോഡൌൺ പ്രകമ്പനം കൊണ്ടു. വിക്രമും സഞ്ജയും റിയാസും ചുറ്റും നിന്ന് ബാക്കിയുള്ളവരെ ഒതുക്കുന്നുണ്ടായിരുന്നു. എതിരാളികളെ ചോരയിൽ കുളിപ്പിച്ച് തറയിലിട്ട് അവരുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് അർജുൻ തന്റെ അധോലോക ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. കയ്യിലെ ചോര തുടച്ചുകൊണ്ട് അവൻ ബുള്ളറ്റിലേക്ക് കയറുമ്പോൾ പുലർച്ചെ 3 മണി കഴിഞ്ഞിരുന്നു. കൂടെയുള്ളവരോട് യാത്ര പറഞ്ഞ് അവൻ ഫ്ലാറ്റിലേക്ക് തിരിച്ചു. മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത അവന് വേട്ടയാടുന്നുണ്ടായിരുന്നു. പതിവില്ലാതെ നെഞ്ചു വിറയ്ക്കുന്നത് പോലെ. വണ്ടി പാർക്ക് ചെയ്ത് ലിഫ്റ്റ് കയറി അവൻ ഫ്ലാറ്റിന്റെ മുന്നിലെത്തി. പോക്കറ്റിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലെടുത്ത് പതുക്കെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഹാളിലെ ലൈറ്റ് അപ്പോഴും കത്തുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കാലെടുത്ത് വെച്ച അർജുന്റെ കണ്ണുകൾ ആദ്യം പോയത് തറയിലേക്കാണ്. അവിടെ ചോര തളം കെട്ടി നിൽക്കുന്നു. പൊട്ടിയ മദ്യക്കുപ്പിയുടെ ചില്ലുകൾക്കിടയിൽ ചോരപ്പാടുകൾ. ഭയത്തോടെ അവൻ ചുറ്റും നോക്കി. ഹാളിലെ സോഫയുടെ അരികിൽ തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സ്നേഹയെ അവൻ കണ്ടു. അവളുടെ വലതു കൈയിൽ നിന്നും അപ്പോഴും ചോര പൊടിയുന്നുണ്ടായിരുന്നു. വസ്ത്രമാകെ ചോരയിൽ കുതിർന്നിരുന്നു. അർജുന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ബാംഗ്ലൂർ നഗരത്തെ വിറപ്പിക്കുന്ന ആ സിംഹത്തിന്റെ കൈകൾ ആദ്യമായി ഭയം കൊണ്ട് വിറച്ചു. സ്നേഹ! അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾക്ക് അരികിലേക്ക് ഓടിയിരുന്നു. അവളെ തൊട്ടപ്പോൾ ശരീരം തണുത്തു വിറച്ചിരിക്കുകയായിരുന്നു. അർജുൻ അവളെ താങ്ങിയെടുത്ത് സോഫയിലേക്ക് കിടത്തി. അവളുടെ മുഖത്ത് തട്ടി വിളിച്ചു. സ്നേഹ, കണ്ണു തുറക്ക്. എന്താ ഇത് സ്നേഹ? അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. അർജുന്റെ പരിഭ്രാന്തനായ മുഖമാണ് അവൾ ആദ്യം കണ്ടത്. അത്രയും ക്രൂരമായി തന്നോട് സംസാരിച്ച ആ മനുഷ്യന്റെ കണ്ണുകളിൽ ആദ്യമായി അവൾ ഭയം കണ്ടു. അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പതുക്കെ പറഞ്ഞു, നിങ്ങൾ വരാൻ വൈകി. ഞാൻ ആ ചില്ലുകൾ മാറ്റാൻ നോക്കിയതാ, കാലിൽ കൊള്ളാതിരിക്കാൻ. അത്രയും പറഞ്ഞ് അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു. ആ വാക്കുകൾ അർജുന്റെ നെഞ്ചിലേക്ക് ഒരു കൂരമ്പു പോലെയാണ് തറച്ചു കയറിയത്. താൻ എറിഞ്ഞു പൊട്ടിച്ച കുപ്പിയുടെ ചില്ലുകൾ തനിക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവൾ മാറ്റാൻ നോക്കിയത്. താൻ നിരന്തരം അപമാനിക്കുകയും ക്രൂരമായി പെരുമാറുകയും ചെയ്ത ആ പെൺകുട്ടി ഈ അർദ്ധരാത്രിയിലും ചിന്തിച്ചത് തൻ്റെ സുരക്ഷയെക്കുറിച്ചാണ്. അർജുൻ ഒട്ടും സമയം കളയാതെ അവളെ കൈകളിൽ കോരിയെടുത്തു. ലിഫ്റ്റ് വരാൻ കാത്തു നിൽക്കാതെ അവളെയും കൊണ്ട് പടികൾ ഓടിയിറങ്ങി. തൻ്റെ കാറിൻ്റെ പിൻസീറ്റിലേക്ക് അവളെ കിടത്തി അവൻ വണ്ടി
അതിവേഗത്തിൽ ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലേക്ക് പായിച്ചു. വഴിയിലുടനീളം റിയർവ്യൂ മിററിലൂടെ അവൻ സ്നേഹയുടെ വിളറിയ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം അവന് ശ്വാസം മുട്ടിച്ചു. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ ഡോക്ടർമാർ അവൾ എമർജൻസി വാർഡിലേക്ക് മാറ്റി. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് അർജുൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവൻ്റെ കൈകളിലും വസ്ത്രങ്ങളിലും സ്നേഹയുടെ ചോര പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അധോലോകത്ത് എത്രയോ പേരുടെ ചോര കണ്ടവനാണവൻ. പക്ഷേ ഇന്ന് സ്വന്തം ഭാര്യയുടെ ചോര അവൻ്റെ കൈകളിൽ പുരണ്ടപ്പോൾ അവന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. അർജുൻ ഓടിച്ചെന്ന് ഡോക്ടറുടെ കൈകളിൽ പിടിച്ചു. ഡോക്ടർ, അവൾക്കിപ്പോ സുഖമായോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പേടിക്കേണ്ട അർജുൻ, മുറിവ് വളരെ ആഴത്തിലുള്ളതായിരുന്നു. ലേബർ ടെൻഡറുകൾക്ക് ചെറിയൊരു പരിക്കുണ്ട്. ഞങ്ങൾ 12 സ്റ്റിച്ചിട്ടിട്ടുണ്ട്. ഒരുപാട് രക്തം വാർന്നു പോയതുകൊണ്ട് ബോധക്ഷയം ഉണ്ടായതാണ്. ഇപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചത് നന്നായി. ഇല്ലെങ്കിൽ വലിയ അപകടമുണ്ടായേനെ, ഡോക്ടർ പറഞ്ഞു. അർജുൻ ഒരു ദീർഘശ്വാസം വിട്ടു. ICUവിൻ്റെ ഗ്ലാസ് ഡോറിലൂടെ അവൻ അകത്തേക്ക് നോക്കി. കയ്യിൽ വലിയ കെട്ടുമായി മുഖത്തെ വെളിച്ചമെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന സ്നേഹയെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് ആദ്യമായി നിറഞ്ഞു. അടുത്ത 2 ദിവസങ്ങൾ അർജുൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. വിക്രമും സഞ്ജിയും ഹോസ്പിറ്റലിൽ വന്നെങ്കിലും അർജുൻ അവരെയെല്ലാം തിരിച്ചുവിട്ടു. ബിസിനസ് കാര്യങ്ങളിലോ അണ്ടർവേൾഡ് മീറ്റിങ്ങുകളിലോ ഒന്നും അവൻ ശ്രദ്ധിച്ചില്ല. ഫോൺ സൈലന്റ് മോഡിലാക്കി അവൻ സ്നേഹയുടെ ബെഡിനരികിൽ തന്നെ ഇരുന്നു. സ്നേഹയ്ക്ക് ബോധം വന്നപ്പോൾ അവൾ ആദ്യം കണ്ടത് തനിക്കരികിൽ ഉറങ്ങാതിരിക്കുന്ന അർജുനെയാണ്. അവൻ്റെ ആ പഴയ കടുപ്പമുള്ള നോട്ടം മാറി പകരം കണ്ണുകളിൽ ഒരു സങ്കടവും കരുതലും നിറഞ്ഞു നിന്നിരുന്നു. അവൾക്ക് കുടിക്കാൻ വെള്ളമെടുത്തു കൊടുക്കാനും ഡോക്ടർമാർ പറയുന്ന മരുന്ന് കൃത്യസമയത്ത് വാങ്ങി നൽകാനും അർജുൻ മുന്നിൽ നിന്നു. പക്ഷേ അവർക്കിടയിൽ വലിയ സംഭാഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്നേഹയ്ക്ക് അവൻ ഇപ്പോഴും പേടിയായിരുന്നു. അർജുനാകട്ടെ കുറ്റബോധം കൊണ്ട് അവളുടെ മുഖത്തേക്ക് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. 3-ാം ദിവസം സ്നേഹയെ ഡിസ്ചാർജ് ചെയ്ത് അവർ ഫ്ലാറ്റിൽ തിരിച്ചെത്തി. ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഹാളിൽ അപ്പോഴും ആ പഴയ രാത്രിയുടെ ഭീകരത അവശേഷിക്കുന്നുണ്ടായിരുന്നു. തറയിലെ ചോരപ്പാടുകൾ കണ്ട സ്നേഹ ഒന്ന് വിറച്ചു. അത് ശ്രദ്ധിച്ച അർജുൻ അവളെ പതുക്കെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കട്ടിലിരുത്തി. നീ ഇവിടെ വിശ്രമിക്ക്, പുറത്തേക്ക് വരേണ്ട, അർജുൻ ശാന്തമായി പറഞ്ഞു. അതിനുശേഷം അവൻ ഹാളിലേക്ക് പോയി. ബാംഗ്ലൂരിലെ ലയൺ എന്ന് വിളിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ഭയപ്പെടുന്ന അർജുൻ ഒരു മോപ്പെടുത്ത് തറയിലെ ചോരപ്പാടുകളും അഴുക്കുകളും സ്വന്തം കൈകൊണ്ട് തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി. ഫ്ലാറ്റ് മുഴുവൻ അവൻ അടിച്ചുവാരി വൃത്തിയാക്കി. അടുക്കളയിൽ ചെന്ന് അവൾക്കായി ലളിതമായൊരു ഭക്ഷണം ഉണ്ടാക്കാൻ അവൻ ശ്രമിച്ചു. ഭക്ഷണവുമായി അവൻ സ്നേഹയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്നു. അർജുൻ പ്ലേറ്റ് അവളുടെ മുന്നിലേക്ക് നീട്ടി. കൈക്ക് മുറിവുള്ളതല്ലേ? ഞാൻ വേണമെങ്കിൽ വാരിത്തരട്ടെ? അർജുൻ വളരെ പതുക്കെ താഴ്മയോടെ അവളോട് ചോദിച്ചു.
സ്നേഹ അത്ഭുതത്തോടെ അവനെ ഒന്ന് നോക്കി. തന്നോട് അലറിയ, തന്നെ പരിഹസിച്ച ആ മനുഷ്യൻ തന്നെയാണോ ഇത് എന്ന് അവളൊന്ന് ചിന്തിച്ചു. എന്നിട്ട് അവൾ പതുക്കെ തലയാട്ടി. വേണ്ട, ഇടത് കൈകൊണ്ട് ഞാൻ കഴിച്ചോളാം. അവൾ പതുക്കെ കഴിക്കുന്നത് നോക്കി അർജുൻ അവിടെ ഇരുന്നു. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അർജുൻ തൊണ്ടയിടറി പറഞ്ഞു, സ്നേഹ, അന്ന് രാത്രി ഞാൻ നിന്നോട് വളരെ ക്രൂരമായാണ് പെരുമാറിയത്. എന്നോട് ക്ഷമിക്കണം. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ഞാൻ ഒറ്റൊരുത്തനാണ്. സ്നേഹ കണ്ണു തുടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയാണ് ഞാൻ. എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കയ്യിലെ മുറിവ് മാറിയ ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം. അമ്മയോട് ഞാനൊന്നും പറയില്ല. ആ വാക്കുകൾ അർജുന്റെ നെഞ്ചിനെ വീണ്ടും പിടിച്ചുലച്ചു. അവനൊന്നും പറയാനാകാതെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ 3ാമത്തെ പാർട്ടും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ലെങ്ത് കൂട്ടാവോ എന്ന്. നമുക്ക് ചെറിയ ചെറിയ പാർട്ടാക്കിയിട്ടാണ് ഈ സ്റ്റോറി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2-3 പാർട്ട് ഞാൻ ഒരുമിച്ച് വായിച്ചിട്ടാണ് ഇത്രയും ലെങ്ത് ആക്കുന്നത്. എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും ഞാൻ ലെങ്ത് കൂട്ടാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ ലെങ്ത് കൂട്ടുള്ളൂ. പിന്നെ ഇതുപോലുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.